പക്ഷേ ഇസ്ലാമിക പാഠങ്ങൾ എന്ന ഈ പുസ്തകം കായക്കൊടിക്ക് പരിചയമുണ്ട്, അതിനേക്കാളേറെ നാസസുല്ലമിക്കും പരിചയമുണ്ട്. നാസസുല്ലമിക്കും പരിചയമുണ്ട്. പുളിക്കൽ കായ്ക്ക് വേറെയും ബന്ധമുണ്ട്. പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും ഫ്രീ ആയി കൊടുത്ത പുസ്തകമാ ഇത്. പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും പുസ്തകം സൗജന്യം. പക്ഷേ സൗജന്യമായി കിട്ടിയ പുസ്തകം സൗജന്യമായി ഒന്ന് വായിച്ചു നോക്കുമ്പോഴോ 160-ാമത്തെ പേജ് കഴിഞ്ഞാൽ പിന്നെ 169-ാമത്തെ പേജ്, 160-ാമത്തെ പേജ് കഴിഞ്ഞാൽ 169-ാമത്തെ പേജ്. എന്തു പറ്റി? നമ്പർ ഇട്ടപ്പോ പഴിച്ചതാണോ അച്ചടിയില്? അല്ല, പിന്നെയോ ചീന്തി അടയാളം കാണുന്നു ഉള്ളില്. 61 മുതൽ 68 വരെയുള്ള 8 പേജുകൾ ചീന്തിക്കളഞ്ഞു കുട്ടികൾ കൊടുക്കുമ്പോൾ. എന്തേ കാരണം? ഏതെങ്കിലും ഖുറാഫികളെ ബുക്ക? ഏതെങ്കിലും ഖുറാഫികളെ ബുക്ക? അല്ലല്ലോ. മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ അസ്കർ ആരാള്? നേരത്തെ പറഞ്ഞല്ലോ 2 ബുക്ക്. സുലൈമാൻ അസ്കർ നാസസുല്ലമി വായിച്ച ബുക്ക്, ആ ബുക്ക് എഴുതിയ സുലൈമാൻ അസ്കറിന്റെ ബുക്ക് ഉസ്റുൽ അഖീർ എന്ന പേരിൽ ഇറങ്ങുന്ന പുസ്തകം അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തു. ഈ മലയാള വിവർത്തനം സൗദി അറേബ്യയിൽ പുറത്തിറങ്ങിയത്. ഇത് പരിശോധിച്ചതാരാ? നമ്മളെ നാസസുല്ലമി. നാസസുല്ലമി പരിശോധിച്ചിട്ട് അവിടെ ഇറക്കിയ ബുക്ക് ഇവിടെ കൊടുക്കുമ്പോ 8 പേജ് ചീന്തണം അത്രേ. എന്തേ സംഭവം? എന്തേ സംഭവം? പക്ഷെ 8 പേജ് ചീന്തിയപ്പോഴും 9-ാമത്തെ പേജിന് കിട്ടും ചീന്ത 8 പേജിൽ എന്താ ഉള്ളത് എന്ന്. അതാണ് പ്രശ്നം. പണ്ട് ഖുറാഫിയാള് പാഠപുസ്തകത്തെ പഠിപ്പിച്ചിരുന്നു ഹൈദുൻ നിഫാസ് കൊണ്ട് ഹറാമായ കാര്യങ്ങൾ. അപ്പൊ അതിന് ഖുത്ബ നിർവഹിക്കൽ എന്നുണ്ടായിരുന്നു. ഹൈദുൻ നിഫാസ് കൊണ്ട് ഹറാമായ കാര്യം ഖുത്ബ നിർവഹിക്കൽ. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല കുട്ടരെ ഖതീബിന് ഹൈദുൻ നിഫാസ് ഉണ്ടാവുമോ? അപ്പൊ അത് ഉണ്ടാകണ ഖുത്ബ നടത്താൻ പറ്റുന്നതാണോ? പെണ്ണിന് ഖുത്ബ നടത്താൻ വാദമുണ്ട് ഹൈദുൻ നിഫാസ് ഇല്ലെങ്കിൽ. അപ്പൊ പിന്നത്തിന് എന്ത് ചെയ്തു? ഒരു അതാണ്ട് ഒഴിവാക്കി, ഖുത്ബ നടത്തുന്നത് ഒഴിവാക്കി. പക്ഷെ ഒഴിവാക്കിയപ്പോ പാഠം കഴിഞ്ഞ് പിന്നീട് ശേഷം തംരീൻ ഉണ്ടാവും, അഭ്യാസം. അഭ്യാസത്തിന് ഈ ഖുത്ബയുമായി ബന്ധപ്പെട്ട ചോദ്യം കൊടുത്തത്. അപ്പൊ അത് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ ഖുറാഫിന് അത്ര ബുദ്ധി ഉണ്ടാവുള്ളൂ വിചാരിക്കുക. ഇതോ ഈ ബുക്കിന്ന് 8 പേജ് ചീന്തി 9-ാമത്തെ ചീന്താൻ വയ്യ. കാരണം 9-ാമത്തെ ചീന്തിയാല് അതിനപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു അധ്യായം തുടങ്ങുകയാണ്. അപ്പൊ ഈ പേജിൽ സംഘം 4 വരെ ഉള്ളൂ. ഇതാണ് ചീന്തിയാൽ ഇത് മൊത്തം പോകും. അപ്പൊ ഇത് പോയാ പ്രശ്നം. അപ്പൊ അതവിടെ നിലർത്തി ബാക്കി. അപ്പൊ ഇതിനെന്താ ഉള്ളത് അറിയോ? ഈ ചീന്താതെ ബാക്കി വെച്ചെന്താ അറിയോ? ചില മരുന്നുകൾ ഉപയോഗിച്ച് സിഹ്ർ ചെയ്യപ്പെടുന്നവർക്ക് ദേഹാസ്വസ്ഥവും ബുദ്ധിചിത്രതയും ഉണ്ടാക്കുക. അപ്പോൾ അയാൾക്ക് തന്റെ മുമ്പിലുള്ള വസ്തുക്കൾ ചലിക്കുന്നുവോ എന്നും അസ്വാഭാവികമായ രീതിയിൽ കാണുന്നു എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നു. ആദ്യം പരാമർശിച്ചത് ശിർക്കിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ആദ്യം പരാമർശിച്ചത് എവിടെ ഇല്ല. ആദ്യം പരാമർശിച്ച ചീന്തി പോയി. രണ്ടാമത് പരാമർശിച്ചത് അപ്പോഴുള്ളത് മറ്റേ ചീന്തി പോയി. കാരണം പിശാചിനെ സ്വാധീനിക്കുന്നതിലൂടെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിഹ്ർ ചെയ്യാൻ പിശാചിനെ സ്വാധീനിച്ചിട്ടേ കഴിയുള്ളൂ. അപ്പൊ ചീന്ത പേജിൽ എന്താ ഉണ്ടാവുക? കണ്ണേറ്, സിഹ്ർ, മന്ത്രം. ഇതാണ് ചീന്ത പേജ്. ചീന്ത 8 പേജ് ഇതാണ്. ചാരൻ സുലമി പരിശോധിച്ചിട്ട് അവിടുന്ന് ഫ്രീ കൊടുക്കുക. ഇവിടെ വന്ന് മലയാളികൾക്കിടയിൽ കൊടുത്തപ്പോ ചീന്ത ഒഴിവാക്കുക. ഈ സൈസ് പരിശോധനയാ. ഇതാ നമ്മൾ പറഞ്ഞ അയാളെ ചീന്തി ഒഴിവാക്കിയാൽ നമ്മളെ പ്രശ്നം തീരുന്നത്. ഇയാളെ എന്നാണോ ചീന്തി പുറത്ത് കിട്ടുന്നത് എല്ലാ പ്രശ്നവും അവസാനിക്കും. അപ്പൊ ഇതിലെന്താ? ഫസ്റ്റ് അനുവദിക്കപ്പെട്ട മന്ത്രം, അതാ ചീന്തിയ 1. അനുവദിക്കപ്പെട്ട മന്ത്രം അതാ ചീന്തിയത്. ഇതിൽ മന്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദീകരണങ്ങളും ഉണ്ട്. അതേപോലെ കണ്ണേറ്, സിഹ്ർ, ഇതൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് മന്ത്രം പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ മന്ത്രമൊക്കെ എവിടുന്നേ കിട്ടി, ഈ മന്ത്രം എവിടുന്നേ കിട്ടി എന്ന് ചോദിക്കും. പിന്നെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ജിന്ന് മനുഷ്യനുമായി ബന്ധപ്പെടുമെന്നാണ് അഹ്ലുസ് സുന്നത്തിന്റെ വീക്ഷണം. 7-ാമത്തെ നമ്പർ. ചീന്താക്കാൻ പറ്റുമോ? ചീന്താക്കാൻ പറ്റും. ഈ ചങ്ങായി പരിശോധിച്ചപ്പോ അതിന് കുഴപ്പമില്ല. അവിടുന്ന് പരിശോധിക്കുമ്പോൾ ഇത് ശരിയല്ല എന്നാലും മൂപ്പർ അവിടെ ഔട്ടാക്കും. ഇപ്പൊ പോന്നപ്പോ തല്ലേ കിട്ടിയുള്ളൂ, മറ്റു പോരാൻ പറ്റിക്കോളുന്നില്ല. അത് പരിശോധിച്ച മൂപ്പര് ഓക്കെ പറഞ്ഞു. അവിടുന്ന് ഇവിടെത്തി ഇപ്പൊ കുഴപ്പം. ജിന്ന് മനുഷ്യനുമായി ബന്ധപ്പെടുമെന്നാണ് അഹ്ലുസ് സുന്നത്തിന്റെ വീക്ഷണം. അള്ളാഹു പറയുന്നു,
പലിശ തിന്നുന്നവൻ പിശാച്, മസ് നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കയില്ല. മസ് എന്നതിന് വിവക്ഷ ജിന്ന് മനുഷ്യനോട് ബന്ധപ്പെടുന്നതിനാൽ മനുഷ്യനുണ്ടാകുന്ന പൈശാചിക വിഭ്രാന്തിയാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏകോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശദമായി കൊടുക്കുന്നു. ഈ 8 പേജ് ആ ബുക്കിൽ ചീന്തി.